പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങയും ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോയെ എന്തിനാണ് ദൈവം ഉയർത്തിയത്? ഇന്നത്തെ ഒന്നാം വായനയിൽ നമ്മളോട് പറയുന്ന കാര്യമാണ്. അത് കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ്. എന്തെന്നാൽ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. കർത്താവാകുക, ദ ലോർഡ്. എനിക്കൊരു കർത്താവുണ്ട്, എനിക്ക് ചോദിക്കാനും പറയാനും ഒരാളുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ എല്ലാവരുടെയും കർത്താവാകാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് നിയന്ത്രിക്കുന്നവൻ, നമ്മുടെ എല്ലാം ഉടയവൻ, അതിനു വേണ്ടിയിട്ടാണ് നമ്മളിന്ന് കർത്താവ് മിശിഹായുടെ ഈ ബലിയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ, കർത്താവെ എന്നെ നിയന്ത്രിക്കണമേ, എൻ്റെ കാര്യം മുഴുവൻ ഏറ്റെടുക്കണമേ. നീ എൻ്റെ കർത്താവായിട്ടിരിക്കുമ്പോൾ എന്നെ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടാൻ വിടുന്നത്? എനിക്കെൻ്റെ കഷ്ടപ്പാടും ദുരിതവും, നീ എൻ്റെ കർത്താവല്ലേ, നീ എന്നെ രക്ഷിക്കണമേ. ഈ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ പരിശുദ്ധ ബലി അർപ്പിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങിൽ നിന്ന് വരുന്ന ദാനത്താലാണല്ലോ അങ്ങേ വിശ്വാസികൾ അങ്ങേക്ക് യോഗ്യവും സ്തുത്യർഹവുമായ ശുശ്രൂഷ അർപ്പിക്കുന്നത്. അങ്ങനെ ഒരു പ്രതിബന്ധവും കൂടാതെ അങ്ങേ വാഗ്ദാനങ്ങളിലേക്ക് ഞങ്ങൾ മുന്നേറാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന
ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, നമ്മിലാരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് വേണ്ടി സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. എന്തെന്നാൽ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. നീ എന്തിന് നിന്റെ സഹോദരനെ വിധിക്കുന്നു? അഥവാ നീ എന്തിന് നിന്റെ സഹോദരനെ നിന്ദിക്കുന്നു? നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാണല്ലോ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: എല്ലാ മുട്ടുകളും എൻ്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും എന്ന് കർത്താവ് ശപഥപൂർവം അരുളി ചെയ്യുന്നു. ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു: കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിനു വേണ്ടി കാത്തിരിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടി. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ചുങ്കക്കാരും പാപികളുമെല്ലാം യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസയരും നിമജ്ഞരും പെറുപെറുത്തു ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു: നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും: നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയമുണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും: എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട നാണയം കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ സ്വന്തമാണ്. അതാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൽ 8-ാമത്തെ വചനം, 14-ാമത്തെ അധ്യായം 8ഉം 9ഉം വചനങ്ങളിൽ നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. എന്തെന്നാൽ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിനു വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും പുനർജീവിച്ചതും. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇന്നത്തെ ഒന്നാം വായനയിൽ തന്നെ റോമ 14:11 അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണമെന്നാണ് പറയുക. യേശു ക്രിസ്തുവാണ് ഏകരക്ഷകനെങ്കിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, എല്ലാ മുട്ടുകളും അവൻ്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും എന്ന് കർത്താവ് ശപഥപൂർവം അരുളി ചെയ്യുന്നു. ഇത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ ആരൊക്കെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടത്, ദൈവത്തിൻ്റെ നാമം ഏറ്റുപറയേണ്ടത്? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശ് മരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. ഫിലിപ്പിയർ 2:9 ആകയാൽ ദൈവം അവൻ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഫിലിപ്പിയർ 2:10 ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും. ഫിലിപ്പിയർ 2:11 യേശു ക്രിസ്തു കർത്താവാണെന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. എല്ലാ നാവുകളും എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എല്ലാ നാവുകളും ഏറ്റുപറയണം. ആകാശത്തിലും സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ മുട്ടുകളും, സകലരും മുട്ടുകൾ മടക്കണം. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമുക്കുള്ളത്. കർത്താവ് അതിനു വേണ്ടിയിട്ടാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷം ശ്രദ്ധിക്കുമ്പോഴേ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം നമുക്കെല്ലാവർക്കും പരിചയമുള്ള സുവിശേഷ ഭാഗമാണ്. ധൂർത്തപുത്രൻ്റെ കഥ അതിന് മുൻപ് പറയുന്ന 2 കഥകളാണ് നഷ്ടപ്പെട്ട ആടിൻ്റെയും നഷ്ടപ്പെട്ട നാണയത്തിൻ്റെയും കഥ. ഇത് പറഞ്ഞുകൊണ്ട് ഒരു പാപിയുടെ വില, ഒരു പാപിയുടെ വീണ്ടെടുപ്പ്, അത് വളരെ വലുതാണ്. ഒരു പാപി വീണ്ടെടുക്കപ്പെട്ടാൽ സ്വർഗത്തിൽ സന്തോഷമുണ്ടാവും. ഒരു പാപിയെ വീണ്ടെടുക്കുന്ന പ്രക്രിയ, സുവിശേഷ വേല, അത് ദൈവത്തിന് സന്തോഷമുള്ള കാര്യമാണ്. ഒരു പാപിയെ വീണ്ടെടുക്കുന്ന പ്രക്രിയ, അതാണ് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ നമുക്കുള്ള എളുപ്പവഴി. സുവിശേഷ വേല തന്നെയാണ്. കർത്താവിനെ കുറിച്ച് പറയുക, കർത്താവിൻ്റെ നാമം അറിയുക, കർത്താവിൻ്റെ നാമത്തിലേക്ക് പാപികൾ പിന്തിരിഞ്ഞു വരണം. അതിനു വേണ്ടിയിട്ട് പാപിയുടെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈസ് ഈക്വൽ ടു ഈശോയുടെ കുരിശുമരണമാണ്. ഒന്ന് ഓർത്ത് വയ്ക്കുക, എന്നെ വിലയാ ഒരു പാപിയുടെ വില, ഈശോയുടെ കുരിശുമരണത്തോളം വില. അതിനു വേണ്ടിയിട്ടാണ്, പാപിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ഈശോ മനുഷ്യരൂപം സ്വീകരിച്ച് ഭൂമിയിലേക്ക് വന്നത്. വേറൊരു മാർഗമുണ്ടായിരുന്നെങ്കിൽ ദൈവപിതാവ് അത് ചെയ്യുമായിരുന്നു. വേറൊരു മാർഗമില്ല. ഈശോയുടെ കുരിശുമരണമല്ലാതെ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈശോയുടെ കുരിശുമരണമല്ലാതെ വേറൊരു മാർഗമില്ല. സങ്കീർത്തന പുസ്തകത്തിൽ 49-ാം അധ്യായം 7ഉം 8ഉം വചനത്തിൽ നമുക്ക് നമ്മെ തന്നെ വീണ്ടെടുക്കാൻ പറ്റുകയില്ല. സങ്കീർത്തനം 49:7 തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കാൻ ആർക്കും കഴിയല. നമുക്ക് തന്നെ പരിഹാരം ചെയ്യാമായിരുന്നെങ്കിൽ ഈശോ വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ. ഈശോ വരണമായിരുന്നോ? ഈശോ മനുഷ്യനാകേണ്ട ആവശ്യമുണ്ടായിരുന്നോ?
നമുക്ക് തന്നെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാമായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഈശോയുടെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാലാണ് നമ്മുടെ പാപങ്ങൾ മോചിപ്പിക്കപ്പെടുന്നത്. കുമ്പസാരത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ 3 അനുഗ്രഹങ്ങൾ: പാപമോചനം, ദൈവവരപ്രസാദം, ആന്തരിക സൗഖ്യം. അതാണ് നമ്മളത് ധൂർത്തപുത്രൻ്റെ കഥയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പാപമോചനം, ദൈവവരപ്രസാദം, ആന്തരിക സൗഖ്യം, ഇതൊന്നും ഒരിടത്തും ആർക്കും നൽകാൻ പറ്റില്ല യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം വഴിയല്ലാതെ. അതാണ്. അതുകൊണ്ട് ജീവൻ്റെ വിടുതൽ വില വളരെ വലുതാണ്. എത്രയായാലും അത് തികയുകയുമില്ല. തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവൻ്റെ വില ദൈവത്തിന് കൊടുക്കാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് ജീവൻ്റെ വിടുതൽ വില വളരെ വലുതാണ്. അതാണ് ഈശോയുടെ മരണത്തിൻ്റെ വില. അതാണ് ഒരു പാപിയുടെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ കുരിശുമരണമാണ്. അപ്പോൾ ഒരു പാപികളായ നമ്മൾ ഈശോയുടെ കുരിശുമരണത്തിന് വില കൊടുത്തില്ലെങ്കിൽ വലിയ തെറ്റാണ്. നമുക്ക് ഈശോയുടെ കുരിശുമരണത്തിന് വില കൊടുക്കാൻ കിട്ടുന്ന അവസരമാണ് കുർബാന അർപ്പണം, കുർബാന സ്വീകരണം, കുമ്പസാരം. പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എനിക്ക് കിട്ടിയിട്ടുള്ളൊരു ബോധ്യമാണ്, കുരിശിൻ ചുവട്ട് നിൽക്കുന്ന മറിയം അത് ഈശോയുടെ മരണത്തിന് വില കൊടുത്ത അമ്മയാണ്. മറിയം പോലും ഈശോയാൽ രക്ഷിക്കപ്പെട്ടവളാണ്. ഈശോയാൽ രക്ഷിക്കപ്പെടും എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് മറിയത്തിന് മംഗളവാർത്ത കൊടുക്കുമ്പോഴും മറിയം മറിയത്തിൻ്റെ ഉള്ളിൽ ഉരുവാകുന്ന ഈശോയാൽ രക്ഷിക്കപ്പെട്ടവളാണ് മറിയവും. അതുകൊണ്ടാണ് മറിയം അത് ആ യാത്ര പൂർത്തിയാക്കി കുരിശിൻ ചവിട്ടിപ്പോയി നിന്നത്. നമുക്ക് കുരിശിൻ ചവിട്ടിപ്പോയി നിൽക്കുന്നത് പോലെ നമുക്ക് നിൽക്കാൻ പറ്റുമോ? ഈശോയുടെ ശരീരം മടിയിലേക്ക് മറിയം വാങ്ങിയതുപോലെ നമുക്ക് വാങ്ങാൻ പറ്റുമോ? ചാൻസ് ഉണ്ടോ? ഇനി നമുക്കതുപോലെ ചാൻസ് ഇല്ല. പക്ഷേ സാക്രമെൻസ് വഴി കൂദാശ വഴി നമുക്കതിനുള്ള അവസരമുണ്ട്. നമ്മൾ കുർബാന അർപ്പണം ഒരു കൂദാശയല്ലേ. കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഈശോയുടെ കുരിശുമരണത്തിന് വില കൊടുക്കുക, ഈശോയുടെ കുരിശുമരണത്തെ ആരാധിക്കുക. കുമ്പസാരിക്കാൻ മുട്ടുകുത്തുമ്പോൾ ഈശോയുടെ കുരിശുമരണത്തിന് നമ്മൾ വില കൊടുക്കുക. അതാണ് വേറെ ആർക്കും സ്വന്തമായിട്ട് പരിഹാരം ചെയ്യാൻ പറ്റുകയില്ല. ഈശോയുടെ കുരിശുമരണം വഴി അല്ലാതെ അതിൻ്റെ അനുസ്മരണം നമ്മൾ നടത്തുമ്പോൾ, നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല നാവുകളും ഏറ്റുപറയുന്നതിനും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഏറ്റുപറയുന്നതിനും യേശുവിൻ്റെ നാമം ഏറ്റുപറയുന്നതിനും സകലരും മുട്ടുകൾ മടക്കുന്നതിനും വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് ഈശോ ഉയർത്തിയത്. ഇന്നലെ നമ്മൾ റോമിൽ നിന്ന് നമുക്കൊരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് പലരും അറിഞ്ഞു കാണും. അതായത് DDF എന്ന് പറയും, ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ദ ഫെയ്ത്ത്. അങ്ങനെ ഒരു തിരുസംഘം അതിൻ്റെ ഭാഗമായി മാറ്റർ പോപ്പുലി ഫിദേലീസ്, അത് ദ മദർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ പീപ്പിൾ ഓഫ് ഗോഡ്. മറിയം വിശ്വാസികളുടെ അമ്മയാണ്. അങ്ങനൊരു പ്രയോഗം കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ആളുകൾ ഇപ്പോൾ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ കാലം മുതൽ തന്നെ മരിയ ഭക്തരായ ആളുകൾ അവർ മാതാവിനെ സഹരക്ഷക ആയി പ്രഖ്യാപിക്കണം എന്നൊരു മുറവിളി ഉണ്ടായി. മാതാവ് സഹരക്ഷകയാണ്, ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ അത് കത്തോലിക്ക സഭയിൽ മാതാവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന 4 വിശ്വാസത്യങ്ങൾ AD 431 മാതാവ് ദൈവത്തിൻ്റെ അമ്മയാണെന്ന് സഭ പഠിപ്പിച്ചു. പിന്നീട് 649 മാതാവ് നിത്യം കന്യകയാണെന്ന് പഠിപ്പിച്ചു. പിന്നെ 1854 മാതാവ് അമലോത്ഭവയാണെന്ന് പഠിപ്പിച്ചു. 1950 മാതാവ് സ്വർഗാരോപിതയാണെന്ന് പഠിപ്പിച്ചു. അപ്പം അത് 1950 നവംബർ 1-ാം തീയതിയാണ് മുനിഫിച്ചെന്തിസിമുസ് ദേവൂസ് എന്ന ഡോക്യുമെൻ്റ് വഴി മാതാവ് സ്വർഗാരോപിതയാണെന്നുള്ള ആ സത്യം സഭയെ പഠിപ്പിച്ചത്. അതിന് 75 വർഷം പൂർത്തിയായി. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇങ്ങനെ സഭയിൽ ഇങ്ങനെയുള്ള പഠനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫ്രാൻസിസ് പാപ്പായുടെ കാലഘട്ടത്തിൽ പറഞ്ഞു, മാതാവ് സഹരക്ഷകയല്ല. മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തെറ്റുപറ്റും. യേശു ഏകരക്ഷകൻ എന്ന ആ കാര്യത്തിന് തെറ്റുപറ്റും. അതുകൊണ്ട് മാതാവിന് ആവശ്യമില്ലാത്ത അപദാനങ്ങൾ ചാർത്തിക്കൊടുക്കരുത്,
എന്ന് ഇന്നലെ ലയോ 14 പാപ്പ കത്തോലിക്ക സഭയോട് പറഞ്ഞു. പലരും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗം, മാതാവ് സകല കൃപകളുടെയും മധ്യസ്ഥയാണ് എന്ന പ്രയോഗം. ഇങ്ങനെ മധ്യസ്ഥ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാവോ എന്നറിയില്ല, കത്തോലിക്ക സഭയിൽ ദൈവത്തിന് കൊടുക്കുന്നത് ആരാധനയാണ്, വർഷിപ്പ്. അതിന് ലാറ്റിൻ വാക്ക് പറയുന്നത് ലാട്രിയ എന്നാണ്. ലാട്രിയ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണും, LATRIA, ലാട്രിയ. ലാട്രിയ ദൈവത്തിന് കൊടുക്കുന്നത് ലാട്രിയ ആണ്. ഇനി മാതാവിന് കൊടുക്കുന്നത് വെനറേഷനാണ്. അതിന് പറയുന്നത് വിശുദ്ധരിൽ ഏറ്റവും കൂടുതൽ വണക്കം കൊടുക്കുന്നത് മാതാവിനാണ്. അതുകൊണ്ട് അതിവണക്കം എന്ന് മലയാളത്തിൽ പറയും. ലാറ്റിനിൽ ഹൈപ്പർദൂളിയ, ധൂളിയ എന്നുള്ള വാക്കും DULIA, ധൂളിയ, ഹൈപ്പർദൂളിയ. യൗസേപ്പ് പിതാവിന് ഫ്രാൻസിസ് പാപ്പ തന്നെ പഠിപ്പിച്ചു, ആദ്യ വണക്കം യൗസേപ്പ് പിതാവിനും കൊടുക്കണം. അത് പ്രോട്ടോധൂളിയ. മറ്റു വിശുദ്ധർക്ക് വെറും ധൂളിയ എന്നുള്ള വാക്ക് മാത്രം. അപ്പോൾ ചില ഇടങ്ങളിലൊക്കെ വിശുദ്ധർക്ക് ഇങ്ങനെ കുറെ പ്രാധാന്യം കൊടുക്കുന്നു. ദൈവത്തിന് കൊടുക്കേണ്ട ആട്രിബ്യൂട്ട് എടുത്തിട്ട് അത്ഭുത പ്രവർത്തകൻ, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ ചേരുവകകൾ എടുത്ത് വിശുദ്ധർക്ക് കൊടുക്കുന്നു. വിശുദ്ധർ ദൈവമല്ലല്ലോ, മാതാവ് ദൈവമല്ല. അപ്പോൾ അതാണ് മാതാവിനെ ദൈവത്തെ പോലെ ആക്കുന്ന ഒരു രീതി സഭയിൽ കണ്ടു തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോൾ ലയോ 14 പാപ്പ അടിവരയിട്ട് പറഞ്ഞു DDF, അത് ഡെക്കാസ്റ്ററി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ദ ഫെയ്ത്ത്. അതിലൂടെ ഈ ഒരു തിരുവെഴുത്ത് അത് സഭയുടെ ഡോക്ട്രിൻ ക്രിസ്റ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പലർക്കും അത് മനസ്സിലായി. ഇന്നലെ ഒരാൾ ഓടി വന്നിട്ട് പറയുകയാണ്, അച്ഛാ ഇതെന്താണ്, എൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥയാണ്, അയ്യോ ഇതൊക്കെ കേൾക്കും എനിക്കാകെ ഇത് സങ്കടമായി, മാതാവ് മധ്യസ്ഥയല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിനും മനുഷ്യർക്കുള്ള ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. നമുക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി മരിച്ചത് യേശുക്രിസ്തുവാണ്. ഇനി മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 90% ഈശോയ്ക്ക്, 10% മാതാവിനോ? അത് ശരിയാകില്ല. മാതാവ് പോലും അത് ആഗ്രഹിക്കുന്നില്ല. മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% മാതാവിന് കൊടുക്കേണ്ടി വരും. അങ്ങനെയല്ല, മാതാവല്ല നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്, യേശുക്രിസ്തുവാണ് കുരിശിൽ മരിച്ചത്. അതുകൊണ്ട് യേശുക്രിസ്തു വഴിയാണ് നമുക്ക് രക്ഷ. ഇത് നമ്മൾ ഏറ്റുപറയണം. ഇത് മാതാവ് ഏറ്റുപറഞ്ഞിട്ടുണ്ട് കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട്. അതുകൊണ്ടാണ് മാതാവിനെ ഇങ്ങനെ ഉയർത്തിയത്. പ്രിയ ദൈവ പൈതലേ, നീയും നിന്റെ കുർബാനർപ്പണം വഴി, കുർബാന സ്വീകരണം വഴി, കുംഭസാരം വഴി ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് നീ പറയണം, നീ പ്രഘോഷിക്കണം. നിനക്ക് ഇത് ഏറ്റുപറയാൻ വേറൊരു ചാൻസ് ഇല്ല. കുർബാനർപ്പണം, കുർബാന സ്വീകരണം, കുംഭസാരം ഇതുവഴിയല്ലാതെ നിനക്ക്, പ്രിയ ദൈവ പൈതലേ, നിനക്ക് സുവിശേഷ പ്രഘോഷണം ആളുകളുടെ മുമ്പിൽ പോയി പറയാൻ സാധിക്കുമോ? കൃത്യമായിട്ട് മരിയോളജി, ക്രിസ്റ്റോളജി എന്താണെന്ന് പഠിക്കാതെ എങ്ങനെ നിനക്ക് മനസ്സിലാകും? അതിൻ്റെ അടിസ്ഥാനമില്ലാതെ നിനക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷെ നിനക്ക് കുർബാന അർപ്പണത്തിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ നിനക്ക് നിന്റെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കാൻ സാധിക്കും, യേശുക്രിസ്തു ഏക രക്ഷകനാണ്. അതാണ് നടപടി പുസ്തകം 4:12 പത്രോസ് വിളിച്ചു പറഞ്ഞു. തള്ളിപ്പറഞ്ഞവൻ, എനിക്കവൻ അറിയാലെന്ന് പറഞ്ഞവൻ 10 മടങ്ങ് തീഷ്ണതയോടെ വിളിച്ചു പറഞ്ഞു, ആകാശത്തിന് കീഴേ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതിൽ വെള്ളം ചേർക്കരുത്. നമ്മൾ മാതാവിന് കുറച്ച് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണ്. നമ്മൾ ദുരാചാരങ്ങളുടെ പുറകെ പോയാൽ ആ വസ്തുക്കളിലും രക്ഷയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണ്. അതാണ് ഈ പ്രവണത വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് പഠിച്ചേ പറ്റൂ, നമ്മളത് വിശ്വസിച്ചേ പറ്റൂ, നമ്മളത് പ്രഘോഷിച്ചേ പറ്റൂ. കാരണം നമ്മൾ കർത്താവിനെ അറിഞ്ഞവരാണ്. അറിഞ്ഞവർക്കിനി പിന്നോക്കം പോകാൻ പറ്റുകയില്ല. ഇത് കർത്താവ്, നമ്മുടെ യേശുക്രിസ്തു നമ്മുടെ കർത്താവായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിനക്ക് കർത്താവ് നിന്റെ കർത്താവാകണം. നിനക്ക് കർത്താവിനും വേണം, വേറെ ദുരാചാരങ്ങളും മറ്റ് കാര്യങ്ങളും കൂടെ പിടിക്കണോ? നിനക്ക് കർത്താവിനെ, കർത്താവിൻ്റെ അധികാരത്തിലും കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ അത് നിനക്ക് വേണമെങ്കിൽ നീ വേറെ ഒന്നിനെയും കൂട്ടുപിടിക്കരുത്. നമ്മൾ പണ്ട് പാടിപ്പതിഞ്ഞ നല്ലൊരു പാട്ടാണ്, നമുക്കതൊന്ന് പാടി. ആകാശത്തിൻ കീഴിൽ വേറൊരു
നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൂഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ, യേശു എന്നൊരു നാമമേ. ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ, യേശു എന്നൊരു നാമമേ. മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ, ഏകരക്ഷകനവനല്ലോ. യേശുവിലുള്ളൊരു വിശ്വാസത്താൽ രക്ഷ വരിച്ചിടാം, നിത്യരക്ഷ വരിച്ചിടാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൂഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ഒന്ന് കരമടിച്ചൊന്ന് പാടാവോ? ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൂഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. പരിശുദ്ധമ്മേ, അമ്മ ഈശോയുടെ കുരിശിൻ ചവിട്ടി നിന്നുകൊണ്ട് ഈശോയുടെ മരണത്തെ ഏകരക്ഷകനായ പാപികൾക്ക് വേണ്ടിയും ജീവൻ കൊടുത്ത് മരിച്ച യേശുവിനെ ആരാധിച്ച പരിശുദ്ധ മറിയമേ, ഞങ്ങളെയും ഞങ്ങളുടെ കത്തോലിക്ക വിശ്വാസ ജീവിതം വഴി യേശുവിനെ ഏകരക്ഷകനായി ഹൃദയത്തിൽ ആരാധിക്കുവാനും ജീവിതം കൊണ്ട് പ്രഘോഷിക്കുവാനും ഞങ്ങളെയും സഹായിക്കണമേ. ആമേൻ. കൈകളിൽ ഭുജപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണ ഈ ഹൃദയാർപ്പണ കൈക്കൊള്ളുവാൻ കണിവാകണമേ. എൻ ജീവനിൽ ദിവ്യവിരുന്നാവാൻ ഒളിയൊന്നു ഞാനും വെളിവേതിൽ തിരുമുൻപിലെ മെഴുതിരിയായി ഒരു നാണം തെളിഞ്ഞിടുവാൻ. കൈകളിൽ പൂജഭാരങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണ ഈ ഹൃദയാർപ്പണ പ്രിയ സഹോദരനെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ആത്മദാനമായി നൽകാം അപ്പവും ഈ ബലി അങ്ങേക്കുള്ളവേദിയിൽ ഞങ്ങൾക്ക് അങ്ങേ കാരുണ്യത്തിന്റെ ദിവ്യപ്രവാഹമാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അർപ്പിതമാകാവ് നിങ്ങളോടും അങ്ങേയും ആത്മാവോടും കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിന് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് വിജിതവും ന്യായമന്ത്രി. ഏറ്റവും പരിശുദ്ധനായ പിതാവേ,
അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ചുകൊണ്ട് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മതിയോ വിണ്ടലമോ ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമായി ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ്
പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരും വരെ അങ്ങ് മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മനുഷ്യാവതാരവും പീഡാസഹനവും കുരിശ് മരണവും ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ അങ്ങ് ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, വിശ്വാസികൾ, പ്രേക്ഷിതർ, മിഷണറിമാർ ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങ് കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങ് തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പിതാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും
ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങയും ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണ് എൺകളിൽ കണ്ണിനമ്മയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണ് എൺകളിൽ കണ്ണിനമ്മയും. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യഗുണിയാണ് എൺകൾ സമാധാനം നൽകണമേയും. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൂദാശകൾ അവ ഉൾക്കൊള്ളുന്നവ ഞങ്ങളെ പൂർത്തീകരിക്കണമേ. അങ്ങനെ ഇപ്പോൾ അടയാളങ്ങളിലൂടെ ആചരിക്കുന്നത് യാഥാർത്ഥ്യങ്ങളായി ഞങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലി പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിൽ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധ ആരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ പരിശുദ്ധ മാതാവിനോട് ചേർന്ന് നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഏവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി
അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.